നമസ്കാരം. നമ്മുടെ ശരീരത്തിൽ ദിവസവും നടക്കുന്ന ഒരു സൈലന്റ് ഫയർ ഉണ്ട്. അതാണ് ഇൻഫ്ലമേഷൻ എന്നുള്ളത്. ഇത് വർഷങ്ങളോളം ശ്രദ്ധിക്കാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നീട് അത് അമിതവണ്ണം, ഹൃദ്രോഗം, പ്രമേഹം, സന്ധിവേദന, ഫാറ്റി ലിവർ തുടങ്ങിയിട്ടുള്ള ഒരുപാടേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. എന്നാൽ ഇത് മാറ്റാനായിട്ടും ഇതൊന്നും വരാതെ സംരക്ഷിക്കാനൊക്കെ ആയിട്ട് ശരിയായിട്ടുള്ള പാനീയം ഒരു ദിവസം തുടങ്ങുന്നതിന് മുൻപേ നമുക്ക് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മെറ്റബോളിസം ഒക്കെ നോർമലാക്കിയിട്ട് ഇത്തരം അസുഖങ്ങളെ തടയിടാൻ ഇത് സാധിക്കും. എന്ന് അമിതവണ്ണം വരാതിരിക്കാനും ഇത്തരം രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാനുമുള്ള ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ബെസ്റ്റ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന, വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന 5-6 പാനീയങ്ങൾ നമുക്ക് ഏതൊക്കെയാണ് എന്നുള്ളത് പരിചയപ്പെടാം. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ, ഒരു പോയിന്റും വിട്ടുപോകരുത്. ഞാൻ ഡോക്ടർ സജിത. അതിന് ആദ്യം ഇൻഫ്ലമേഷൻ എന്താണെന്ന് അറിയണ്ടേ. അത് നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവോ അണുബാധയോ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ശരീരം സ്വാഭാവികമായി നടത്തുന്ന ഒരു പ്രതികരണമാണ്, അല്ലെങ്കിൽ ഒരു പ്രക്രിയയാണ് ഇൻഫ്ലമേഷൻ എന്നുള്ളത്. ഇതൊരു മോശം രോഗമൊന്നുമല്ല. ഇത് ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തിൻ്റെ ഭാഗമാണ്, അല്ലാതെ ഒരു രോഗമല്ല. ഇനി ഈ ഇൻഫ്ലമേഷൻ നമ്മൾ എപ്പോഴാണ് പ്രശ്നം വരുന്നത്? ഇത് കുറച്ച് ദിവസങ്ങൾ മാത്രം നിലനിൽക്കുകയാണെങ്കിൽ ഇത് ശരീരത്തിന് ഗുണകരമാണ്. എന്നാൽ മാസങ്ങളോ വർഷങ്ങളോ നീണ്ടു നിൽക്കുന്ന ദീർഘകാല ഇൻഫ്ലമേഷൻ ശരീരത്തെ പതുക്കെ ദോഷകരമായിട്ട് ബാധിക്കും. അതിന് പല കാരണങ്ങളുണ്ട്. അമിതമായിട്ടുള്ള പ്രോസസ്സ് ചെയ്ത ഭക്ഷണം, അമിത പഞ്ചസാര, ഉറക്കക്കുറവ്, മാനസിക സമ്മർദ്ദം, പുകവലി, വ്യായാമക്കുറവ്, അമിതമായിട്ടുള്ള വണ്ണം. ഇത് പിന്നീട് നമുക്ക് ഒരുപാട് നാൾ നീണ്ടു നിന്നാൽ സന്ധിവേദനയോ ശരീരവേദനയോ, അമിത ക്ഷീണം, ഹൃദ്രോഗ സാധ്യത, പ്രമേഹം, ഫാറ്റി ലിവർ, ചില ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ ഇതിനൊക്കെ കാരണമാവും. ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും മരുന്ന് മാത്രം പോരാ. ഭക്ഷണക്രമം, ഉറക്കം, വ്യായാമം, സമ്മർദ്ദ നിയന്ത്രണം ഇവയൊക്കെ പ്രധാനമാണ്. അതോടൊപ്പം ചില പ്രകൃതിദത്ത പാനീയങ്ങൾ ശരീരത്തിന് സ്വാഭാവികമായിട്ടുള്ള ആൻറ്റി ഓക്സിഡന്റ് പ്രതിരോധത്തെയും ഒക്കെ തന്നെ സാധാരണ ഇൻഫ്ലമേറ്ററി പ്രതികരണത്തെയും പിന്തുണയ്ക്കാൻ സഹായിക്കും. ലംഘനം പരമ ഔഷധം എന്നുള്ളതാണ് ആയുർവേദം പറയുന്നത്. അതായത് മിതമായിട്ടുള്ള ഭക്ഷണവും ദഹിക്കാൻ എളുപ്പമുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്ത് നമ്മളെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം, ഹിതമായിട്ടുള്ള കാര്യം എന്നുള്ളതാണ് ആയുർവേദം പറയുന്നത്. ശോധകരമായിട്ടുള്ള ഇത്തരം പാനീയങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ നീർവീക്കത്തെ കുറയ്ക്കുന്ന ഇത്തരം പാനീയങ്ങൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. അതിൽ ഒന്നാമത്തേത്, ചെറിയൊരു കപ്പിന് ഒരു കപ്പ് മഞ്ഞൾ എടുക്കുക. അതായത് ഉണങ്ങിയ മഞ്ഞളല്ല, നമ്മുടെ പച്ച മഞ്ഞളാണെങ്കിൽ ഏറെ നല്ലതാണ്. ഒരു കപ്പ് മഞ്ഞൾ, അതുപോലെ ഒരു വിരലിൻ്റെ വലുപ്പമുള്ള 3 ഇഞ്ചിയുടെ പീസ്, ഒരു 6 നെല്ലിക്ക, പച്ച നെല്ലിക്ക, അതുപോലെ കറിവേപ്പില, നാടൻ കറിവേപ്പില 1 കപ്പ്, ഒരു 6-7 കുരുമുളക്. ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കുക. എന്നിട്ട് അതൊന്ന് അരിച്ചെടുത്ത്, വെള്ളം ചേർക്കാതെ തന്നെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സത്ത് നമ്മുടെ ട്രേ ഇല്ലേ, ഐസ് ക്യൂബ് വയ്ക്കുന്ന ട്രേ, ഇതിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം രാവിലെയും ഇത് ഫ്രഷായിട്ട് ഉണ്ടാക്കാൻ നിൽക്കേണ്ടതില്ല. ഒരു ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് ഈ ഒരു ഐസ് ക്യൂബ് ഇട്ടതിന് ശേഷം, അപ്പോൾ അത്ര തന്നെ തണുത്തൊരു ഡ്രിങ്ക് ആയിട്ട് കിട്ടില്ല, ഒരു ഇളം ചൂടുള്ള ഡ്രിങ്ക് ആയിട്ട് കിട്ടും. ഇത് നമുക്ക് വെറും വയറിൽ കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. ഒരു 2 ആഴ്ച ഞാൻ ഈ പറയുന്നതിൽ ഏതെങ്കിലും ഒരു ഡ്രിങ്ക് ഫോളോ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസിനും അല്ലാതെ മെഡിസിനൊക്കെ കഴിക്കുന്നവരുണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്യുക നേരിട്ട്. ഞാൻ ഈ പറഞ്ഞ ഗുണങ്ങൾ മാത്രമല്ല, നമുക്ക് സ്കിന്നിനൊക്കെ തന്നെ നല്ലൊരു ആൻറ്റി ഏജിങ് ആയിട്ടുള്ളൊരു ഇഫക്റ്റ് എന്ന് വേണ്ട, നല്ലൊരു ഗ്ലോ നിലനിർത്താനും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഏജ് സ്പോട്ടുകളോ പിമ്പിൾ മാർക്കുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തനിയെ മാഞ്ഞു പോകും. മറ്റൊരു ക്രീമിൻ്റെയും സഹായമില്ലാതെ സ്കിന്നിനൊരു നാച്ചുറൽ ഗ്ലോ കിട്ടും. നമ്മുടെ ഒരു പഴയ സ്കിൻ ടോണ് നല്ലതായി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ മുടിക്കായാലും തന്നെ ഫ്രിസി ആയിട്ടുള്ള ഹെയറോ ഒക്കെ ആണെങ്കിൽ അതിനെയൊക്കെ മാറ്റാനും ഹെയർ ഗ്രോത്തിനും ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. കാരണം ഇത് നമ്മൾ അടിവേരിൽ നിന്നാണ് തുടങ്ങുന്നത്. ഉള്ളിൽ മൊത്തത്തിലൊന്ന് ഡീടോക്സ് ചെയ്യുന്നൊരു മെത്തേഡാണ് ഇതുവഴി സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രിങ്ക് ശീലമാക്കുന്നത് നല്ലതാണ്. ഇത് ഉപയോഗിക്കാൻ എളുപ്പത്തിനാണ് ഇതുപോലെ പറഞ്ഞത്. ഇനി ഓരോ ദിവസവും ഫ്രഷായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നവരാണ് അങ്ങനെയും മതി. രണ്ടാമത്തേത് ഏതാണെന്നല്ലേ, സിന്നമൺ ഡ്രിങ്ക്. സിന്നമൺ എന്നുള്ളത് സീലോൺ സിന്നമൺ തന്നെ ഉപയോഗിക്കണേ. ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയെ ബൂസ്റ്റ് ചെയ്യാനും അത് ബോഡിയിലെ ബ്ലഡ് ഷുഗർ ലെവലിനെയൊക്കെ കൺട്രോൾ ചെയ്ത് നിർത്താനും ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ കൊളസ്ട്രോൾ ലെവലൊക്കെ കുറച്ച് ഹൃദയത്തെ സംരക്ഷിക്കാനും സ്ട്രെസ്സിൽ നിന്നൊക്കെ തന്നെ മുക്തി നേടാനും ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ ദഹനത്തെയും മെറ്റബോളിസത്തിനും ഒക്കെ നല്ലതായതുകൊണ്ട് തന്നെ ഗട്ട് ബാക്ടീരിയയൊക്കെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നത്, അല്ലെങ്കിൽ
അല്ലെങ്കിൽ ഗ്യാസ് അല്ലെങ്കിൽ ബ്ലോട്ടിങ്, വയറ് വീർത്ത് വരുന്നൊരവസ്ഥ, ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സംരക്ഷിക്കാൻ ഇതിൻ്റെ ഉപയോഗം സഹായിക്കുന്നുണ്ട്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കണം എന്നുള്ളതല്ലേ. ഒരു ചെറുവിരലിൻ്റെ അത്രയും വലുപ്പമുള്ള ഒരു സിലോൺ സിന്നമൺ എടുക്കാം. ഈ സിലോൺ സിന്നമൺ എന്നുള്ളത് പെട്ടെന്ന് നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ പൊട്ടിപ്പോകും, അല്ലാതെ നല്ല കട്ടിയുള്ളതായിരിക്കില്ല എന്നുള്ളതാണ്. ഇതിനാണ് മെഡിസിനൽ പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു സിന്നമൺ ആണ്, അല്ലെങ്കിൽ കറുവപ്പട്ട. ഇതൊരു 250 ml വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് തിളപ്പിച്ച് ആ ഒരു വെള്ളം നമുക്കൊരു ഇളം ചൂടോടുകൂടി കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. ഇത് വെറും വയറിൽ ഇങ്ങനെ കുടിക്കുന്നത് ഒരുപാടേറെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഗുണങ്ങളൊക്കെ തരുന്നതാണ്. അതുപോലെ മൂന്നാമത്തെ ഡ്രിങ്ക്, ഒരു 1/2 സ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകം, ഫെനൽ സീഡ് എന്നൊക്കെ പറയും. അതുപോലെ ഒരു 1/2 സ്പൂണ് മല്ലി, മുഴുവനായിട്ടുള്ള മല്ലി, ഇത് ഒരാൾക്കുള്ളതാണ് പറയുന്നത്. ഇതൊരു 300 ml വെള്ളത്തിലിട്ട് അടച്ചു വെച്ചിട്ട് തന്നെ നന്നായിട്ട് തിളപ്പിക്കുക 5-10 മിനിറ്റ്. എന്നിട്ട് ഇളം ചൂടോടുകൂടി ഇത് കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് രാത്രി ചൂടുള്ള വെള്ളത്തിലേക്ക് 1/2 സ്പൂണ് വീതം ഇതിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഇത് സ്ട്രെയിൻ ചെയ്തിട്ട് അത് തന്നെ കുടിക്കാനായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇനി നാലാമത്തേത് അജ്വൈൻ വാട്ടറാണ്. ഈ അജ്വൈൻ എന്നുള്ളത് അറിയാം നിങ്ങൾക്ക്, അയമോദകം എന്നുള്ളതാണ്. അയമോദകം ഒരു സ്പൂണ് 300 ml വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അടച്ചു വെച്ച് തിളപ്പിക്കുക. ഇതേപോലെ തന്നെ സ്ട്രെയിൻ ചെയ്തിട്ട് ഒരു ഇളം ചൂടോടുകൂടി കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. ഇത് പലപ്പോഴും തന്നെ നിങ്ങൾക്ക് അമിതമായിട്ടുള്ള വണ്ണമുള്ളവർ, അല്ലെങ്കിൽ ദഹനമൊന്നും ശരിയായിട്ട് നടക്കുന്നില്ല, എപ്പോഴും ബ്ലോട്ടിങ്, ഗ്യാസിൻ്റെ പ്രശ്നങ്ങളുള്ളവരൊക്കെ ആണെങ്കിലും ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു മാർഗ്ഗമാണ്. അതുപോലെ ഒരു 8-10 തുളസി ഇലയും ഒരു 4-5 പേരക്ക ഇലയും കൂടെ ഒരുമിച്ചിട്ടിട്ട് ഇതുപോലെ ഒരു കപ്പ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഒരു 5-10 മിനിറ്റ് അടച്ചു വെച്ച് തിളപ്പിച്ചിട്ട് ഇളം ചൂടോടുകൂടി കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. ഇനി അതുപോലെ തന്നെ വളരെ ഇഫക്റ്റീവായിട്ട് ആയുർവേദത്തിലൊക്കെ തന്നെ മെൻഷൻ ചെയ്യുന്ന ഒരു വെള്ളം അല്ലെങ്കിൽ ഒരു പ്രത്യേക പാനീയമാണ് യവം എന്നുള്ളത്, അല്ലെങ്കിൽ ബാർലി. ഈ ബാർലി വാട്ടർ എന്നുള്ളത് ലേഖന സ്വഭാവമുള്ളതാണ്. അതായത് ഫാറ്റിനെ കുറയ്ക്കാൻ സഹായിക്കുന്നത്, മേധോഹരമാണ്, ഫാറ്റ് മെറ്റബോളിസത്തിന്. അതുപോലെ തന്നെ പിത്തഹര, കഫത്തെയും പിത്തത്തെയും ശമിപ്പിക്കുന്നതും മൂത്രലമായിട്ടുള്ളത്, അതായത് യൂറിൻ ഫ്ലോനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ളതുമായിട്ടുള്ളതാണ്. ഇത് നമുക്ക് കഫം കൂടിയിട്ടുള്ള കേസിൽ ദേഹത്തൊക്കെ നീര് വന്ന് തടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ, അമിത വണ്ണമുള്ളവർക്ക് അല്ലെങ്കിൽ മെറ്റബോളിക് അസുഖങ്ങൾ എന്തെങ്കിലും ഉള്ളവർക്കും ഒക്കെ തന്നെ വളരെ ഗുണകരമാണ്. ഫീനോളിക് കോമ്പൗണ്ട്സും ഫ്ലാവനോയിഡ്സും വൈറ്റമിൻ ഇയും സെലീനിയും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വളരെ ഗുണം തരുന്നുണ്ട്. 2 സ്പൂൺ മൊത്തത്തിലുള്ള ബാർലി 1 ലിറ്റർ വെള്ളത്തിലിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തത് ഒരു 30-40 മിനിറ്റൊക്കെ തിളപ്പിച്ചു കഴിഞ്ഞാൽ ഇത് സ്ട്രെയിൻ ചെയ്ത് ഊറ്റിയെടുത്തിട്ട് ആ വെള്ളം നമുക്ക് കുടിക്കാനായിട്ട് ഉപയോഗിക്കാം. അല്പം ഉപ്പ് വേണമെങ്കിൽ ചേർക്കാം. പിന്നെ അമിതമായിട്ട് നീർക്കെട്ടും വേദനയൊക്കെ ഉള്ളവർക്ക് ഉപ്പ് എപ്പോഴും കുറയ്ക്കുന്നതാണ് നല്ലത് എന്നുള്ളതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇത് ശരീരത്തിൽ നീര് കൂട്ടാൻ സഹായിക്കും അധികം ഉപ്പ് ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ബാർലി ഇങ്ങനെ തിളപ്പിക്കാനൊക്കെ ഒരുപാട് സമയമെടുക്കും, മുഴുവനായിട്ടുള്ള ബാർലി ആണെങ്കിൽ. അപ്പോൾ ബാർലി പൊടിയായിട്ട് തിളപ്പിച്ച് വെച്ച് 1 സ്പൂണ് നന്നായിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ ചോറിന് പകരമായിട്ട് ഇതിൻ്റെ വെന്തിട്ടുള്ള ചോറ് ഉപയോഗിക്കാം. ഇങ്ങനെയൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള നല്ല ബെസ്റ്റായിട്ടുള്ള ഒരു 6 ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രിങ്കുകളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത്. എന്നാൽ ഈ ഡ്രിങ്കുകൾ മാത്രമല്ല, ചില ഭക്ഷണങ്ങൾ കഴിച്ചാലും അല്ലെങ്കിൽ കഴിക്കാൻ പറ്റുന്ന ചില ഭക്ഷണങ്ങളും ഒക്കെ ഉണ്ട്. ശരീരത്തിൽ നമുക്ക് പെട്ടെന്ന് വേദനയോ വീക്കോ ചർമ്മത്തിൽ ചുവപ്പൊക്കെ അങ്ങനെ ഉണ്ടാകുന്നത് തന്നെയാണ് ഈ ഇൻഫ്ലമേഷൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്. ഇൻഫ്ലമേഷന് കാരണമാകുന്ന ചില ഭക്ഷണങ്ങളുണ്ട്. അതായത് സംസ്കരിച്ചിട്ടുള്ള അന്നജം, റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയും. ഇത് കാര്യമായിട്ടും വൈറ്റ് ബ്രെഡ്, പാസ്ത, പേസ്ട്രി ഇങ്ങനെയുള്ള ഒക്കെ കഴിച്ചാൽ നമുക്കിത് ഇത്തരം ഈ ഇൻഫ്ലമേഷന് കാരണമാകാറുണ്ട്. അതുപോലെ നെക്സ്റ്റ് പഞ്ചസാരയുടെ ഉപയോഗമാണ്. അതായത് ഷുഗർ, സോഡ, മധുര പലഹാരം, മധുരമുള്ള സീരിയൽസ് തുടങ്ങിയിട്ടുള്ളവയുടെ അമിതമായിട്ടുള്ള ഉപയോഗം പഞ്ചസാര അടങ്ങിയിട്ടുള്ളതാണ്. ഇതൊക്കെ ഇൻഫ്ലമേഷന് കാരണമാകുന്നുണ്ട്. ഇത് പ്രതിരോധ ശക്തി കുറയ്ക്കുകയും ഉദരത്തിലെ നല്ല ബാക്ടീരിയകളെ ഇല്ലാതാക്കുകയും ഇൻഫ്ലമേഷന് സാധ്യത ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ പ്രോസസ്ഡ് മീറ്റുകൾ, സംസ്കരിച്ച ഇറച്ചി, അതിൽ സോസേജ്, ഹോട്ട് ഡോഗ് തുടങ്ങിയിട്ടുള്ള ഇങ്ങനെ ഉയർന്ന പൂരിത കൊഴുപ്പുകളും പ്രിസർവേറ്റീവുകളും നൈട്രേറ്റ്, സോഡിയം ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് ഇൻഫ്ലമേഷന് കാരണമാകുന്നുണ്ട്. അതുപോലെ ട്രാൻസ് ഫാറ്റുകളുടെ ഉപയോഗം, വറുത്ത ഭക്ഷണങ്ങൾ, അതായത് ഫ്രഞ്ച് ഫ്രൈസ്, ഫ്രൈഡ് ചിക്കൻ, ഡോണറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഉയർന്ന കൊഴുപ്പ് അടങ്ങിയിട്ടുള്ളതിനാൽ ഇൻഫ്ലമേഷന് കാരണമാകും. ഒമേഗ-6 ഫാറ്റി ആസിഡ്, ട്രാൻസ് ഫാറ്റുകൾ ഇവ വറുത്ത ഭക്ഷണത്തിൽ ധാരാളം ഉള്ളതുകൊണ്ട് ഇത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്.
ഈ മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് എന്നുള്ള രുചി കൂട്ടാൻ ഭക്ഷണത്തിൽ ചേർക്കുന്ന ഒരു ഫുഡ് അഡിറ്റീവാണിത്, ഈ MSG എന്നുള്ളത്. ഇതൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാലൊക്കെ നമുക്ക് ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സസ്യ ആഹാരങ്ങളായിട്ടോ അല്ലെങ്കിൽ പച്ചക്കറികൾ, ഇലക്കറികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളും നട്ട്സുകൾ, സീഡ്സുകൾ, പൾസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റും. ഇത് ഒരു നോർമൽ ലൈഫ് റൂട്ടീൻ ഇതുപോലെ തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാലും ഇതുപോലെ അമിതമായിട്ടുള്ള ഉപ്പ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാലും ഒരു പരിധിവരെ ഇതിനെ കുറയ്ക്കാൻ പറ്റും. അല്ലാത്ത വശം ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള ഡ്രിങ്കുകളൊക്കെ ശീലമാക്കി കഴിഞ്ഞാൽ മെറ്റബോളിസം കറക്റ്റായിട്ട് നടന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിലെ ഇത്തരം ഇൻഫ്ലമേഷനെ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റും. പലരും പറയുന്ന ഒരു പ്രശ്നമാണ്, ഒരു ദിവസം നോർമലായിട്ടിരുന്നാലും ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ പെട്ടെന്ന് വണ്ണം വെച്ച് കിതപ്പൊക്കെ അനുഭവപ്പെടുന്നു, ശ്വാസം മുട്ടുന്നത് പോലെ തോന്നുന്നു. ഇതൊക്കെ ബോഡിയിൽ നമുക്ക് ഇതുപോലെയുള്ള ഇൻഫ്ലമേഷൻ വരുന്ന സമയത്ത് ബോഡി തടി കൂടുന്നതല്ല, ഇങ്ങനെ നീര് വെക്കുന്നതാണ്. അപ്പോൾ ഇതിനെ മാറ്റാനായിട്ട് നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ കുറച്ചൊരു എഫേർട്ട് നമ്മുടെ സൈഡിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ വളരെയധികം മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾക്കത് യൂസ്ഫുൾ ആയി എന്നൊക്കെ തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കരുത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.